ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റോസ്റ്റ് ആണ്. ഇതിന് ബീഫ് റോസ്റ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കണം. ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കണേൽ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ഒരു 180 ഡിഗ്രിയിൽ 7 മിനിറ്റോളം എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഡ്രൈ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ മസാലകളൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഗരം മസാലയിൽ കുരുമുളക് ചേർക്കാണ്ടാണ് പൊടിച്ചെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി പൊടികളുടെ നല്ലൊരു വറുത്ത മണം വരുന്നവരെ ചൂടാക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പം ഇത്രയും മതി. സോയ ചങ്ക്സ് ഒക്കെ ഒന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കറിയിൽ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തുള്ളത്. അതായത് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് നാളികേരക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 വലിയ സവോളയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയുടെ അളവ് ഇത്രയും തന്നെ ചേർക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ കുറച്ച് നേരം കൂടി വഴറ്റി കൊടുക്കുക. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതായത് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് പേസ്റ്റ് ആയിട്ട് വരുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇപ്പം ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആഡ് ചെയ്യാം. ഞാനിത് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി ഇതിലെ ഗ്രേവിയോട് കൂടി തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഇനി അഥവാ ഗ്രേവി കുറവാണെങ്കിൽ കുക്കറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകവും അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ജീരകം പൊടിച്ചുള്ളതാണ്. ഇനി ഇത് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരപ്പാലും കൂടി ചേർക്കാം കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും അതേപോലെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയോട് കൂടിയിട്ടുള്ള ഒരു സോയാ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി സോയാ ചങ്ക്സ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്